ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് സ്ട്രീം. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ +1 +2കാർക്കും മറ്റുള്ള കോഴ്സുകാർക്കൊക്കെ ആയാലും അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ ചാപ്റ്റർ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇനി അതിലൊരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ക്ലാസ് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഇനി ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിന് മുമ്പ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ക്ലാസ്സിലോട്ട് പോകാം. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എ സോൾഡ് ഗുഡ്സ് ടു ബി. എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഗുഡ്സ് വിറ്റു. ₹10,000 ഓൺ ക്രെഡിറ്റ്. 10,000 രൂപയുടെ ഗുഡ്സ് ക്രെഡിറ്റിന് കടത്തിനാണ് വിറ്റത്. എന്നാണ് വിറ്റത്? ഓൺ ജാനുവരി 1, 2019. ജാനുവരി 1, 2019 ഗുഡ്സ് വിറ്റത്. ഫോർ 3 months, അതായത് 3 മാസത്തേക്ക് വേണ്ടിയിട്ട്. അതായത് 3 മാസം കഴിയുമ്പോൾ പൈസ തിരിച്ചു തരാമെന്നാണ് ബി പറഞ്ഞത്. അങ്ങനെ 3 മാസത്തേക്കാണ് ഗുഡ്സ് വിറ്റത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കടത്തിനൊക്കെ ഗുഡ്സ് വിൽക്കുമ്പോൾ അതിന് തെളിവ് എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ തെളിവിന് വേണ്ടിയിട്ട് എ എന്ത് ചെയ്യും? ഒരു ബില്ലുണ്ടാക്കും. അതിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബില്ലുണ്ടാക്കുന്ന വ്യക്തിയായ എനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രോയർ. അപ്പോൾ ആരാണോ ബില്ലുണ്ടാക്കുന്നത്, ബില്ല് ഡ്രോൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ബില്ല് മേക്ക് ചെയ്യുന്നത്, ആ വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രോയർ. ഇനി എ ബില്ലൊക്കെ എഴുതി സൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എ അത് ബിക്ക് കൊടുക്കും. ബിക്ക് കൊടുക്കുമ്പോൾ ബി അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് ബിയും അത് സൈൻ ചെയ്യും. അങ്ങനെ ബി ആ ബില്ല് ആക്സെപ്റ്റ് ചെയ്യാണ്. സൈൻ ചെയ്തുകൊണ്ട് ആ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആരാണോ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രോയി. അപ്പോൾ ബില്ല് ഡ്രോൺ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ഡ്രോയർ എന്നും ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ഡ്രോയി എന്നും വിളിക്കുന്നു. അപ്പോൾ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ഡ്രോയി എന്നും വിളിക്കുന്നു. ഇനി 3 മാസം എന്ന് പറയുന്നതാണ് ആ ബില്ലിൻ്റെ കാലാവധി. അപ്പോൾ ആ 3 മാസത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മെച്യൂരിറ്റി പീരീഡ്. എത്ര മാസമാണോ നമുക്ക് തന്നിരിക്കുന്നത്, അപ്പോൾ ചിലപ്പോൾ 5 മാസം എന്നായിരിക്കും, അല്ലെങ്കിൽ 2 മാസം എന്നായിരിക്കും. എത്ര മാസമാണോ നമ്മുടെ കാലാവധി തന്നിരിക്കുന്നത് അതിന് നമ്മൾ മെച്യൂരിറ്റി പീരീഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കുക, ടെന്യൂർ ഓഫ് ബില്ല്, ബില്ലിൻ്റെ കാലാവധി. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവണ്ട. ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അതായത് ബില്ലിൻ്റെ കാലാവധി എന്ന് പറയുന്നത്, ഒരു ബില്ലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് മെച്യൂരിറ്റി പീരീഡിൻ്റെ ഒപ്പം 3 ദിവസം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആ ബില്ലിൻ്റെ കാലാവധി തീരുന്നത്. ഇപ്പോൾ മെച്യൂരിറ്റി പീരീഡ് ഇവിടെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ 3 മാസമാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം 3 ദിവസം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കാലാവധി തീരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 5 മാസമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 5 മാസത്തിൻ്റെ ഒപ്പം 3 ദിവസം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കാലാവധി തീരുന്നത്. 2 മാസമാണെങ്കിൽ 2 മാസത്തിൻ്റെ ഒപ്പം 3 ദിവസം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3 മാസത്തെ നമ്മൾ വിളിക്കുന്ന പേര് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞു. ഈ 3 ഡേയ്സ് എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ആണ്, അതായത് അതിൽ മാറ്റില്ല. എത്രയാണ് നമുക്ക് മെച്യൂരിറ്റി പീരീഡ് തന്നിരിക്കുന്നത് അതിൻ്റെ ഒപ്പം 3 ഡേയ്സാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ആ 3 ഡേയ്സിനെ നമ്മൾ ഗ്രേസ് പീരീഡ് ഓർ പീരീഡ് ഓഫ് ഗ്രേസ് എന്ന് വിളിക്കും. ഒന്നെങ്കിൽ ഗ്രേസ് പീരീഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഗ്രേസ് എന്ന് പറയാം. അപ്പം നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഇനി അടുത്തത് നോക്കാം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ജാനുവരി 1 ഗുഡ്സ് വിൽക്കുന്നതെന്ന് പറഞ്ഞു. 3 മാസമാണ് മെച്യൂരിറ്റി പീരീഡ്. അപ്പോൾ ആ ബില്ലിൻ്റെ കാലാവധി എന്നാ തീരുന്നത്? 3 മാസത്തിൻ്റെ ഒപ്പം 3 ദിവസം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ബില്ലിൻ്റെ കാലാവധി തീരുന്നത്. അപ്പോൾ ജാനുവരി 1 മുതൽ 3 മാസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 1, മാർച്ച് 1, ഏപ്രിൽ 1 3 മാസം പ്ലസ് 3 ദിവസം കൂടി. ഏപ്രിൽ 1 കഴിഞ്ഞാൽ ഏപ്രിൽ 2, 3, 4. ഏപ്രിൽ 4 അതിൻ്റെ കാലാവധി തീരുന്നത്. ആ ഏപ്രിൽ 4 നമ്മൾ വിളിക്കുന്ന പേരാണ് മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേ. ഓക്കെ, മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേ എന്നാണ് ഏപ്രിൽ 4 വിളിക്കുന്നത്. ഇനി ഒന്നും കൂടി ക്ലിയർ ആക്കി തരാനായിട്ട് അടിയിലേക്ക് നോക്കുക. ജാനുവരി 1 മുതൽ ഏപ്രിൽ 4 വരെയുള്ളത്, അതായത് ജനുവരി 1 തൊട്ട് ഏപ്രിൽ 4 വരെയുള്ള ആ ഒരു കാലയളവിനെ നമ്മൾ ടെന്യൂർ ഓഫ് ബില്ല് എന്ന് വിളിക്കും, ബില്ലിൻ്റെ കാലാവധി. അതിൽ ജാനുവരി 1 മുതൽ ഏപ്രിൽ 1 വരെ ആ 3 മാസത്തെ നമ്മൾ മെച്യൂരിറ്റി പീരീഡ് എന്ന് വിളിക്കും. ഇനി ഏപ്രിൽ 2 തൊട്ട് ഏപ്രിൽ 4 വരെ 3 ഡേയ്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഏതൊരു മെച്യൂരിറ്റി പീരീഡിൻ്റെ ഒപ്പം 3 ഡേയ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കാലാവധി കിട്ടുന്നത്. അപ്പോൾ ആ 3 ഡേയ്സ്, ഏപ്രിൽ 2 തൊട്ട് ഏപ്രിൽ 4 വരെയുള്ള ആ 3 ഡേയ്സിനെ നമ്മൾ ഗ്രേസ് പീരീഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.
ആരാണ് പേയി? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. ആരാണ് പേയി? ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഈസ് പെയ്ഡ് ബൈ ഡ്രോയിങ്. അതായത് ഡ്രോയിങ് ആർക്കാണോ പൈസ കൊടുക്കുന്നത് അയാളെയാണ് നമ്മൾ പേയി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ശരിക്കും ഇപ്പം മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ ആരുടെ കയ്യിലാണോ ബില്ലിരിക്കുന്നത് അയാൾക്കായിരിക്കും നമ്മൾ പൈസ കൊടുക്കുക. അപ്പോൾ ഡ്രോയിങ് ആർക്കാണോ പൈസ കൊടുക്കുന്നത് അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് പേയി. ഓക്കെ, പക്ഷേ ചില കേസിൽ ഒരു വ്യത്യാസം വരും. അതിനൊരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. എ ബിക്ക് ഗുഡ്സ് വിറ്റു. 10,000 രൂപയുടെ ഗുഡ്സാണ് ക്രെഡിറ്റിന് കടത്തിന് വിറ്റു. അപ്പോൾ ബി എന്ത് ചെയ്യണം? എക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്. ഇനി എ മുൻപ് സി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ കടത്തിന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എ എന്ത് ചെയ്യണം? സിക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്, എക്ക് ബിയും 10,000 രൂപ തരാനുണ്ട്. അപ്പോൾ എ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി തരാനുള്ള ആ ബില്ല് കൊണ്ടുപോയിട്ട് സിക്ക് കൊടുക്കുകയാണ്. സിയുടെ അടുത്ത് പറയാണ്, ഇതെനിക്ക് 10,000 രൂപ തരാനുള്ളതാണ്, അപ്പോൾ നീ വെച്ചോ, ഞാൻ എന്തായാലും നിനക്ക് 10,000 രൂപ തരണമല്ലോ, അപ്പോൾ നീ ഈ ബില്ല് വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇനി ബി പൈസ കൊടുക്കേണ്ടത്, ബി എന്ന് പറയുന്ന ആളാരാണ്? ഡ്രോയി ആണ്. ഇനി ഈ ബി പൈസ കൊടുക്കേണ്ടത് സിക്കാണ്, എക്കല്ല. അപ്പോൾ ഈ ഒരു കേസിൽ ആരായിരിക്കും ഡ്രോയി? സി ആയിരിക്കും ഡ്രോയി. അപ്പം ഡ്രോയി ആർക്കാണോ പൈസ കൊടുക്കേണ്ടത് ആ വ്യക്തിയാണ് നമ്മളെ പേയി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മെച്യൂരിറ്റി ഡേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ എക്സാമ്പിൾ 1-2 എണ്ണം കഴിയുമ്പോഴേക്കും നിങ്ങളത് എല്ലാം അറിയാമെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇത് പലതും പല എക്സാമ്പിളുകളാണ്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ജാനുവരി 1 ഗുഡ്സ് വിറ്റു. 2 മാസമാണ് മെച്യൂരിറ്റി പീരീഡ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേ എങ്ങനെയാണ് കാണുക? ആ 2 മാസം പ്ലസ് 3 ദിവസം കൂട്ടുമ്പോഴാണ് നമുക്ക് ഡ്യൂ ഡേ അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് കിട്ടുക. അപ്പോൾ ജാനുവരി 1 മുതൽ 2 മാസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 1, മാർച്ച് 1ക്ക് 2 മാസം പ്ലസ് 3 ഡേയ്സ്, മാർച്ച് 2, 3, 4. അപ്പോൾ മാർച്ച് 4 ഇവിടെ ഡ്യൂ ഡേ അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. മാർച്ച് 10 ഗുഡ്സ് വിറ്റത്. മെച്യൂരിറ്റി പീരീഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 5 മാസമാണ് എങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാർച്ച് 10 തൊട്ട് 5 മാസം വരെ നോക്കുക. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 10. ഓക്കെ, ഓഗസ്റ്റ് 10 നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം 3 ദിവസം കൂടി ആഡ് ചെയ്യാം. ഓഗസ്റ്റ് 10 കഴിഞ്ഞാൽ ഓഗസ്റ്റ് 11, 12, 13. ഓഗസ്റ്റ് 13 ഇവിടെ ഡ്യൂ ഡേ. മൂന്നാമത്തെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വയ്ക്കുക. ജൂൺ 12 ഗുഡ്സ് വിറ്റത്. 2 മാസമാണ് നമുക്ക് മെച്യൂരിറ്റി പീരീഡ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെച്യൂരിറ്റി പീരീഡിൻ്റെ ഒപ്പം 3 ഡേയ്സും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേ കിട്ടുന്നത്. അപ്പോൾ ജൂൺ 12 തൊട്ട് 2 മാസം നോക്കാം. ജൂലൈ 12, ഓഗസ്റ്റ് 12 2 മാസമാവുക. അതിൻ്റെ ഒപ്പം 3 ദിവസം കൂടി ആഡ് ചെയ്യുമ്പോൾ ഓഗസ്റ്റ് 13, 14, 15. ഓഗസ്റ്റ് 15 നമുക്ക് മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേ കിട്ടുന്നത്. ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത? ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇൻഡിപെൻഡൻസ് ഡേ ബാങ്കും കാര്യങ്ങളൊക്കെ അവധി ആയതുകൊണ്ട് നമ്മുടെ മെച്യൂരിറ്റി ഡേ നമ്മൾ ഓഗസ്റ്റ് 15 എടുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ വന്നു എന്താണ് 14 എടുത്തതെന്ന്. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് 15 ഒരു പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോയിന്റ് നോട്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഡേറ്റ് മെച്യൂരിറ്റി ഡേറ്റ് പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ നമ്മൾ അതിന് തൊട്ട് മുന്നത്തെ ദിവസമാണ് മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഈ പോയിന്റ് നോട്ട് ചെയ്യാം. നമുക്ക് കിട്ടുന്ന ആ ഒരു മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസമാണ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് കിട്ടുന്നത് ആ ഡേറ്റ് ചിലപ്പോൾ പബ്ലിക് ഹോളിഡേ ആയിരിക്കില്ല. ചിലപ്പോൾ പെട്ടെന്നൊരു ഹർത്താലോ കാര്യങ്ങളൊക്കെ വന്നു എന്ന് വിചാരിക്കുക. സഡനായിട്ടൊരു ഹോളിഡേ ആണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം, ഇപ്പോൾ ഓഗസ്റ്റ് 15 ഒരു ഹർത്താലാണ്, അതായത് ഇൻഡിപെൻഡൻസ് ഡേ ഒന്നും അല്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഓഗസ്റ്റ് 16 നമുക്ക് മെച്യൂരിറ്റി ഡേറ്റ് കിട്ടിയത്. അന്ന് ഹർത്താലാണെന്ന് വിചാരിക്കുക. അന്ന് ഹർത്താലാണെങ്കിൽ നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. പബ്ലിക് ഹോളിഡേയുടെ കേസിലാണെങ്കിൽ അതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഈ പോയിന്റ് വളരെയധികം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ദെൻ നാലാമത്തെ എക്സാമ്പിൾ നോക്കാം. നവംബർ 5 ഗുഡ്സ് വിറ്റത്. 20 ദിവസമാണ് നമുക്ക് മെച്യൂരിറ്റി പീരീഡ് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ നവംബർ 5 തൊട്ട് 20 വരെ നിങ്ങൾ എണ്ണി നോക്കുക. അപ്പോൾ നമുക്ക് 20 ദിവസം വരെ എണ്ണി നോക്കുമ്പോൾ നവംബർ 25 കിട്ടും. അതിൻ്റെ ഒപ്പം 3 ഡേയ്സും കൂടി ആഡ് ചെയ്യുക. 26, 27, 28. നവംബർ 28 ഡ്യൂ ഡേ അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ലാസ്റ്റത്തെ ആ ഒരു എക്സാമ്പിൾ അതും വളരെയധികം, മൂന്നാമത്തെ നമ്മൾ ഇമ്പോർട്ടൻ്റ് പറഞ്ഞ പോലെ അടുത്തതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി 20, 2019, അതായത് കൊല്ലം 2019 ഫെബ്രുവരി 20 ഗുഡ്സ് വിറ്റത്. 30 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, മാസമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ഫെബ്രുവരി 20 എന്ന് പറയുമ്പോൾ മാർച്ച് 20 ഒരു മാസം, ഏപ്രിൽ 20 2 മാസം അങ്ങനെ നോക്കും. പക്ഷേ ഇവിടെ ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് 30 ദിവസമാണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫെബ്രുവരി 20 കഴിഞ്ഞ് 21 തൊട്ട് നമുക്ക് എണ്ണി നോക്കണം. അങ്ങനെ എണ്ണി നോക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ട്? ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടായിരിക്കും. അല്ല സാധാ ലീപ്പ് ഇയർ അല്ലാന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ 28 ദിവസം ഉണ്ടായിരിക്കുള്ളൂ. ഇനി ലീപ്പ് ഇയർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള കൊല്ലം ഉണ്ടല്ലോ, ആ കൊല്ലത്തിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. അല്ല പോയിൻ്റാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല. അപ്പോൾ ഇവിടെ 2019 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ആൻസർ കിട്ടില്ല, പോയിൻ്റ് വരും. അപ്പോൾ അത് ലീപ്പ് ഇയർ അല്ല. അപ്പോൾ അവിടെ 28 ദിവസം ഉള്ളൂ ആകെ. അപ്പോൾ നമ്മൾ എണ്ണി നോക്കുക. ഫെബ്രുവരി 20 മുതൽ 30 ദിവസം എണ്ണി നോക്കുക. അതിൻ്റെ ഒപ്പം 3 ഡേയ്സും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേ കിട്ടുന്നത്. ദെൻ അടുത്ത നോട്ട് ചെയ്യേണ്ടതാണ് പബ്ലിക് ഹോളിഡേയ്സ് എന്നൊക്കെയാണ്. ഓഗസ്റ്റ് 15, അതിന് മുമ്പ് ജനുവരി 26 റിപ്പബ്ലിക് ഡേ, ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ദെൻ ഡിസംബർ 25 ക്രിസ്മസ്. ഈ 4 ദിവസമാണ് പബ്ലിക് ഹോളിഡേ. അപ്പോൾ പബ്ലിക് ഹോളിഡേ ആണ് നമുക്ക് മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തൊട്ട് മുന്നത്തെ ദിവസമാണ് മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി സഡൻ ഹോളിഡേ ആണെങ്കിൽ അതിന് തൊട്ട് പിന്നിലത്തെ ദിവസം, അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓരോ സിറ്റുവേഷനുകളാണ്. ഇനി പറയാൻ പോകുന്ന എല്ലാ സിറ്റുവേഷനുകളും നിങ്ങൾ ചിലത് ഞാനിങ്ങനെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ചിലത് ഞാൻ ജസ്റ്റ് ആ ഒരു പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്താ കാര്യം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് ഹോണർ ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രമാണ് നമുക്ക് ഇതിലത്തെ ക്വസ്റ്റ്യനുകൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഹോണർ ഓഫ് ബില്ല്? ഹോണർ ഓഫ് ബില്ല് എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റിൻ്റെ അന്ന് ഡ്രോയർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് ഹോണർ ഓഫ് ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ എന്താണ് ഡിസോണർ ഓഫ് ബില്ല്? ഡിസോണർ ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റർ റെഫ്യൂസസ് ടു ഹോണർ ഹിസ് കമ്മിറ്റ്മെൻറ്റ് ഓൺ ഡ്യൂ ഡേറ്റ്. അതായത് മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടും ഡ്രോയി ബില്ലിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് ബില്ല് ഡിസോണറായി എന്ന് പറയുക. അപ്പോൾ കറക്റ്റ് മെച്യൂരിറ്റി ഡേറ്റിൻ്റെ അന്ന് ഡ്രോയി പൈസ കൊടുത്താൽ ആ ബില്ല് ഓണറായി എന്ന് പറയും. ഇനി ഡ്രോയി പൈസ കൊടുത്തില്ലെങ്കിൽ ആ ബില്ല് ഡിസോണറായി എന്ന് പറയും. അപ്പോൾ 2 കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി ഡിസോണർ ഓഫ് ബില്ല് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യമാണ് നോട്ടറി പബ്ലിക്. എന്താണ് നോട്ടറി പബ്ലിക് നോക്കാം. മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടും ഡ്രോയർക്ക് പൈസ കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടും ഡ്രോയർക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഡ്രോയർ ഈ കാര്യം ബില്ലിൽ എഴുതാൻ വേണ്ടിയിട്ട് സമീപിക്കുന്നവരെയാണ് നമ്മൾ നോട്ടറി പബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അവർ എന്തുകൊണ്ടാണോ അവർ ഡ്രോയി പൈസ തരാത്തത് എന്ന ഒരു ഫാക്റ്റ് അവർ അതിൽ എഴുതും. അതിനെയാണ് നോട്ടിംഗ് ഓർ നോട്ട് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ആ നോട്ടറി പബ്ലിക് ഡ്രോയർക്ക് ചെയ്ത് തരുന്നതിന് ഡ്രോയർ കൊടുക്കുന്ന ആ എമൗണ്ടിനെയാണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കുക. മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടും ഡ്രോയർക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഡ്രോയർ ഈ കാര്യം നോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സമീപിക്കുന്നവരെയാണ് നോട്ടറി പബ്ലിക് എന്ന് പറയുന്നത്. അവർ ആ കാര്യം അതിലെഴുതുന്ന ആ ഒരു ഫാക്റ്റ്, ആ ഒരു എന്താണോ കാര്യം എഴുതുന്നത് അതിനെയാണ് നോട്ടിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോട്ട് എന്ന് പറയുന്നത്. ഇനി ആ ഒരു കാര്യം ചെയ്തു തരുന്നതിന് ഡ്രോയർ കൊടുക്കുന്ന ആ എമൗണ്ടിനെയാണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്.
എന്തിനാ ഈ നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നോട്ട് ചെയ്യിക്കണേന്ന് അറിയോ? അപ്പോൾ ഇനി എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ ഡ്രോയർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരണമെങ്കിൽ ഡ്രോയർ ഇത് നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് ഈ കാര്യം നോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോട്ട് ചെയ്യിക്കുന്നത്. ഇനി ഡ്രോയർ നോട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡ്രോയർ നോട്ടറി പബ്ലിക്കിന് ഒരു പൈസ കൊടുത്തുല്ലോ, അതിനെ നമ്മൾ എന്താ പറയുകയെന്ന് പറഞ്ഞാൽ നോട്ടിങ് ചാർജ് എന്ന് പറയും. ഇത് കഴിഞ്ഞ് പിന്നീട് ഡ്രോയർക്ക് പൈസ കൊടുക്കുമ്പോൾ ഡ്രോയി കൊടുക്കാനുള്ള പൈസ പ്ലസ് നോട്ടിങ് ചാർജും കൂടിയും ഡ്രോയർക്ക് കൊടുക്കേണ്ടി വരും. കൊടുക്കാനുള്ള പൈസയുടെ ഒപ്പം ഡ്രോയർ നോട്ടറി പബ്ലിക്കിന് കൊടുത്ത നോട്ടിങ് ചാർജ് എത്രയാണോ അതും കൂടി ഡ്രോയിയുടെ കയ്യിൽ നിന്ന് ഈടാക്കും. ഓക്കെ, അതൊരു നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ഇനി അടുത്ത ഒരു ഇതാണ്, എന്താണ് ബിൽസ് റിസീവബിൾ, എന്താണ് ബിൽസ് പേയബിൾ. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയറിനെ സംബന്ധിച്ച് ആ ബില്ലിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യാൻ, അതായത് കിട്ടാനുള്ളതായതുകൊണ്ട് നമ്മൾ അതിനെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നു. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ഡ്രോയിനെ സംബന്ധിച്ച് ആ ബില്ല് എമൗണ്ട് കൊടുക്കാൻ പേ ചെയ്യാനുള്ളതായതുകൊണ്ട് അതിന് നമ്മൾ ബിൽസ് പേയബിൾ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും. ദെൻ അടുത്ത പോർഷനാണ് റിന്യൂവൽ ഓഫ് ബില്ല്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഓരോ കേസിനും എൻട്രികളും കാര്യങ്ങളും ഉണ്ട്. എൻട്രികൾ നമ്മൾ മിക്കവാറും അടുത്ത ക്ലാസ്സിലായിരിക്കും പറയുക. ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ എന്താണ് റിന്യൂവൽ ഓഫ് ബില്ല് എന്ന് പറഞ്ഞാൽ? റിന്യൂവൽ ഓഫ് ബില്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടും ഡ്രോയി പൈസ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. പൈസ കൊടുത്തിട്ടില്ല. അപ്പം മെച്യൂരിറ്റി ഡേറ്റിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിന് മുമ്പോ അതിന് ശേഷമോ ഡ്രോയി വന്നിട്ട് ഡ്രോയറുടെ അടുത്ത് പറയാണ് എനിക്ക് ഒരു 2 മാസം കൂടി നീട്ടിത്തരണമെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ പൈസ തരാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് കുറച്ച് നാളും കൂടി നീട്ടിത്തരണമെന്ന് ഡ്രോയറിൻ്റെ അടുത്ത് പറയുമ്പോൾ ഡ്രോയർ പഴയ ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ബില്ല് തയ്യാറാക്കുന്നതിനെയാണ് റിന്യൂവൽ ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡ്രോയർ കുറച്ച് കാലം കൂടിയും ഡ്രോയ്ക്ക് പൈസ തരാൻ വേണ്ടിയിട്ട് നീട്ടി കൊടുക്കുന്നതിന് ഡ്രോയർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും ഡ്രോയുടെ കയ്യിൽ നിന്ന്. ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡ്രോയർക്ക് എന്താ പറയുക മെച്യൂരിറ്റി ഡേറ്റിന് ശേഷമാണ് ഡ്രോയി വന്നിട്ട് ഈ കാര്യം പറഞ്ഞതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡ്രോയർ അത് നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് കൊണ്ട് നോട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷമാവും ചിലപ്പോൾ ഡ്രോയി വന്ന് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡ്രോയി തരാനുള്ള എമൗണ്ട് പ്ലസ് നോട്ടിങ് ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ടിങ് ചാർജ് ഇൻറ്റു നമുക്ക് ഇത്ര റേറ്റ് എന്ന് തന്നിട്ടുണ്ടായിരിക്കും, ആ റേറ്റ് ഇൻറ്റു ടൈം പീരീഡ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, ഇൻറ്റു ടൈം പീരീഡ് ചെയ്യുമ്പോഴാണ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി ഈ ഇൻട്രസ്റ്റ് ഡ്രോയ്ക്ക് 2 വിധത്തിൽ പേ ചെയ്യാം. ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് പേ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയത് ബില്ല് എഴുതുമല്ലോ ആ ബില്ലിൻ്റെ ഒപ്പം ആഡ് ചെയ്യുകയും ചെയ്യാം, ഇൻക്ലൂഡഡ് ഇൻ ദ ബില്ല്. ഇങ്ങനെ 2 കേസിൽ ചെയ്യാം. ഇനി എപ്പോഴൊക്കെയാണ് നോട്ടിങ് ചാർജ് വരിക നോക്കാം. റിന്യൂവൽ ഓഫ് ബില്ല് ചിലപ്പോൾ ഡ്രോയി വന്ന് പറയാം ബിഫോർ മെച്യൂരിറ്റിയിലാവും, അതായത് മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പാവും പറയാം എനിക്ക് കുറച്ച് കാലം കൂടി നീട്ടി തരണമെന്ന്. അല്ലെങ്കിൽ ഓൺ മെച്യൂരിറ്റി ഡേറ്റിൻ്റെ അന്നാവും പറയാം എനിക്ക് എന്ത് തരണം കുറച്ച് കാലം കൂടി നീട്ടി തരണമെന്ന്, കുറച്ച് സമയം കൂടി നീട്ടി തരണമെന്ന്. അല്ലെങ്കിൽ ആഫ്റ്റർ മെച്യൂരിറ്റി ഡേറ്റിന് ശേഷമായിരിക്കും വന്നിട്ട് പറയാം എനിക്ക് ഒരു കുറച്ച് മാസം കൂടി നീട്ടി തരണമെന്ന്. അങ്ങനെ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് ബിഫോർ മെച്യൂരിറ്റി ഡേറ്റോ അല്ലെങ്കിൽ ഓൺ മെച്യൂരിറ്റി ഡേറ്റിന് അന്നോ ആണ് ബില്ല് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഡ്രോയി വന്ന് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവിടെ നോട്ടിങ് ചാർജ് വരില്ല, നോ നോട്ടിങ് ചാർജ്. പക്ഷേ ആഫ്റ്റർ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റിന് ശേഷമാണ് ഡ്രോയി വന്നിട്ട് പറയുന്നത് ഡ്രോയറുടെ അടുത്ത് എനിക്ക് കുറച്ച് കാലം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡ്രോയർ എന്തായാലും അത് നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് നോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ മാത്രമാണ് നോട്ടിങ് ചാർജ് വരുള്ളൂ. ഈ പോയിൻറ്റും ശ്രദ്ധിക്കണം. ഇതിലത്തെ പോയിൻറ്റുകളൊക്കെ കുഞ്ഞു പോയിൻ്റാണ്, പക്ഷേ ഓരോ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി എഴുതുമ്പോൾ തെറ്റും. ഓക്കെ, ദെൻ അടുത്ത പോർഷൻ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്. എന്താണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് ഡ്രോയർക്ക് പൈസയുടെ ആവശ്യം എന്തെങ്കിലും വരികയെന്ന് വിചാരിക്കുക. അത് പൈസയുടെ ആവശ്യം വന്നാൽ മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടല്ലേ ഡ്രോയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമല്ലോ, അതിന് മുമ്പ് ഡ്രോയർക്ക് പൈസയുടെ ആവശ്യം വന്നാൽ ഡ്രോയർ ഈ ബില്ല് കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ട് കൊടുക്കും. ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് എന്താ പറയുക ആ പൈസ ഡ്രോയർ വാങ്ങിക്കും. ബാങ്ക് അതിൽ നിന്ന് കുറച്ച് ഡിസ്കൗണ്ട് എമൗണ്ട് പിടിച്ചിട്ട് ബാക്കി ഡ്രോയറിന് കൊടുക്കും, അതായത് ഡ്രോയർ ആ എമൗണ്ട് മേടിക്കും ബാങ്കിൻ്റെ നിന്ന്. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെ ഇനി ഡ്രോയി പൈസ കൊടുക്കേണ്ടത് ബാങ്കിനാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഡ്രോയി ആർക്കാണോ പൈസ കൊടുക്കുന്നത് അവരെയാണ് നമ്മൾ പേയി എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കേസിൽ പേയി എന്ന് പറയുന്നത് ബാങ്കാണ്. അതൊരു നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ? ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഡ്രോയർ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് മെച്യൂരിറ്റി ഡേറ്റ് ആവുമ്പോൾ ഡ്രോയി പൈസ കൊണ്ട് തരികയാണെങ്കിൽ ബാങ്കിനോട് കളക്ട് ചെയ്യാൻ പറയും. ഓക്കെ, മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടും ഡ്രോയി എന്ത് ചെയ്യാണ്, പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ആ കാര്യം ഡ്രോയറിനെ അറിയിക്കും. ഡ്രോയർ ബാങ്കിൽ വന്നിട്ട് ബില്ല് കളക്ട് ചെയ്തിട്ട് നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി നോട്ട് ചെയ്യിക്കും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ പേയി ആയ ബാങ്ക് അല്ല നോട്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഡ്രോയർ ബാങ്ക് ഈ കാര്യം ഡ്രോയറിനെ അറിയിക്കും, എനിക്ക് പൈസ കിട്ടിയിട്ടില്ല മെച്യൂരിറ്റി ഡേറ്റിൽ. അപ്പോൾ ഡ്രോയർ എന്ത് ചെയ്യും, ആ ബില്ല് വന്ന് ബാങ്കിൻ്റെ നിന്ന് കളക്ട് ചെയ്യും. എന്നിട്ട് ഡ്രോയറാണ് കൊണ്ടുപോയിട്ട് നോട്ട് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോട്ടിങ് ചാർജ് പിന്നീട് ഡ്രോയി പൈസ തരുമ്പോൾ അതിൽ നിന്നും ഡ്രോയർ ഈടാക്കും. ആ തരാനുള്ള പൈസയോടൊപ്പം നോട്ടിങ് ചാർജും കൂടിയും ഡ്രോയർ ഈടാക്കും. അതാണ് ബിൽ സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ദെൻ അടുത്തതാണ് റിട്ടയറിങ് ഓഫ് ബില്ല്. എന്താണ് റിട്ടയറിങ് ഓഫ് ബില്ല് എന്ന് പറഞ്ഞാൽ, അതായത് ബില്ല് റിട്ടയർ ആവുന്നത് രണ്ട് കേസിൽ. ഒന്ന് റിട്ടയേഴ്സ് ബിഫോർ മെച്യൂരിറ്റി ഡേറ്റ്, മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് റിട്ടയർ ആവാം. അല്ലെങ്കിൽ റിട്ടയേഴ്സ് ഓൺ മെച്യൂരിറ്റി, അതായത് മെച്യൂരിറ്റി ഡേറ്റിൽ റിട്ടയർ ആവാം. റിട്ടയേഴ്സ് ബിഫോർ മെച്യൂരിറ്റി ഡേറ്റ്, മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് റിട്ടയർ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് ചിലപ്പോൾ ഡ്രോയി ബില്ലിൻ്റെ എമൗണ്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക ഡ്രോയറിന്. അതായത് ഡ്രോയർക്ക് ബില്ലിൻ്റെ എമൗണ്ട് മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബില്ല് റിട്ടയർ ആയി എന്നാണ് നമ്മൾ പറയുക. കാരണം ആ ബില്ലിൻ്റെ കാലാവധി കഴിഞ്ഞു, കാര്യം അതിലത്തെ എല്ലാ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പൈസയും കിട്ടി, എല്ലാം കഴിഞ്ഞു, ആ ബില്ല് റിട്ടയർ ആയി എന്ന് പറയും. അതാണ് റിട്ടയേഴ്സ് ബിഫോർ ഓൺ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ദെൻ റിട്ടയേഴ്സ് ഓൺ മെച്യൂരിറ്റി, മെച്യൂരിറ്റി ഡേറ്റിൽ റിട്ടയർ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി ഡേയ്സിൽ പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ ബില്ല് റിട്ടയർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ ബില്ലിൻ്റെ കാലാവധി കഴിഞ്ഞു. അതാണ് റിട്ടയേഴ്സ് ഓൺ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് ഡ്രോയർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് കൊടുത്തൂല, അപ്പോൾ ഡ്രോയ്ക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കും. ആ ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ റിബേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രോയ്ക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കും നേരത്തോടെ ബില്ലിൻ്റെ എമൗണ്ട് തന്നു കഴിഞ്ഞാൽ. ആ ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ റിബേറ്റ് എന്ന് പറയുന്നത്. ഇനി റിബേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക. എ സോൾഡ് ഗുഡ്സ് ടു ബി, ബിക്ക് ഗുഡ്സ് വിറ്റു ₹10,000 ഓൺ ക്രെഡിറ്റ്, 10,000 രൂപയുടെ ഗുഡ്സ് കടത്തിനാണ് വിറ്റത്. ഓൺ ജനുവരി 1, 2019 വിറ്റത്. മെച്യൂരിറ്റി പീരീഡ് 3 മാസമാണ്. അപ്പോൾ ഫെബ്രുവരി 1 എന്ത് ചെയ്യാണ്, ബി എക്ക് ബില്ലിൻ്റെ എമൗണ്ട് കൊടുത്തു. 3 മാസം കാലാവധി ഉണ്ട്, പക്ഷെ 1 മാസം കഴിയുമ്പോഴേക്കും ബി എക്ക് ബില്ലിൻ്റെ എമൗണ്ട് കൊടുത്തു. ഡിസ്കൗണ്ട് ക്വസ്റ്റ്യനിൽ 5% തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റിബേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോയി തരാനുള്ള പൈസ എത്രയായിരുന്നു, 10,000 രൂപ. 10,000 ഇൻറ്റു ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് 5 തന്നിട്ടുണ്ട്, അപ്പോൾ 5/100. അപ്പോൾ നമുക്ക് 7 ആണെങ്കിൽ 7/100, 8 ഡിസ്കൗണ്ട് തന്നെയെന്നുണ്ടെങ്കിൽ 8/100, എത്രയാണ് തന്നെയെന്നുണ്ടെങ്കിൽ അതെടുക്കുക, ഇൻറ്റു എത്ര മാസം മുമ്പാണ് ബി പൈസ തന്നത്. ഇപ്പോൾ 3 മാസം ഉണ്ടായിരുന്നു, 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ബി എന്ത് ചെയ്തു, പൈസ കൊടുത്തു ഡ്രോയർക്ക്. 2 മാസം മുമ്പേ പൈസ തന്നു. അപ്പോൾ ഇൻറ്റു 2/12 ചെയ്യാം. ഇനിയിപ്പോൾ 4 മാസമാണ് കാലാവധി ഉള്ളത്. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ബി എക്ക് പൈസ കൊടുത്തു എന്ന് വിചാരിക്കുക, വേറൊരു എക്സാമ്പിളാണ്. അപ്പോൾ 2 മാസം മുമ്പേ തന്നെ ബി എക്ക് പൈസ കൊടുത്തു, അവിടെയും 2/12 വരും. എത്ര മാസം മുമ്പാണോ പൈസ കൊടുത്തത് ബി എക്ക്, ഡ്രോയർക്ക് എത്ര മാസം മുമ്പ് പൈസ കൊടുത്തു അതേ ഡിവൈഡഡ് ബൈ 12 ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 3 മാസം മുമ്പാണെങ്കിൽ 3/12, 1 മാസം മുമ്പാണെങ്കിൽ 1/12, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 83 രൂപയാണ് റിബേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്കാണ് എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ബില്ല്. എന്താണ് എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ബില്ല് എന്ന് നമുക്ക് നോക്കാം. എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ബില്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കാവില്ലേ, എ എന്ന് പറയുന്ന ആൾ ബിക്ക് ഗുഡ്സ്
വിറ്റു, 10,000 രൂപയുടെ ഗുഡ്സ് കടത്തിനാണ് വിറ്റത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ബി ആരാണ് ഇവിടെ? ഡ്രോയി. എ ആരാണ്? ഡ്രോയർ. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഗുഡ്സ് വിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ബില്ല് ഡ്രോൺ ചെയ്യുന്ന ആൾ ഡ്രോയർ, ആരാണോ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ ഗുഡ്സ് വാങ്ങുന്നത് അവർ ഡ്രോയി. അപ്പോൾ ഇവിടെ ബി എക്ക് ഇനി 10,000 രൂപ കൊടുക്കാനുണ്ട്. ഇതിന് മുമ്പ് ഒരു ദിവസം എ സി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു, 10,000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ എ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ എ സിക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്, എക്ക് ബി 10,000 രൂപ തരാനുണ്ട്. അപ്പോൾ എ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബി തന്നിട്ടുള്ള ആ ബില്ല് കൊണ്ടുപോയിട്ട് സിയുടെ കയ്യിൽ കൊടുക്കും. ഡ്രോയർ സിക്ക് പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഡ്രോയി സൈൻ ചെയ്ത് തന്ന ബില്ല് ഡ്രോയർ കൊണ്ട് സിക്ക് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഇനി അതിൽ വരുന്ന 2 പേഴ്സൺസ് ആണ്. ആരാണ് എൻഡോഴ്സർ, ആരാണ് എൻഡോഴ്സി? ഡ്രോയി സൈൻ ചെയ്ത് തന്ന ബില്ല് ആരാണോ ക്രെഡിറ്റർക്ക്, അതായത് ഡ്രോയി സൈൻ ചെയ്ത് തന്ന ബില്ല് ക്രെഡിറ്റർക്ക് കൊടുക്കുന്ന ആളെയാണ്. അതായത് എയുടെ ക്രെഡിറ്ററും ഡെപ്റ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മറക്കരുത്. നമുക്ക് പൈസ തരാനുള്ളവരെ നമ്മൾ ഡെപ്റ്റർ എന്നും നമ്മൾ പൈസ കൊടുക്കാനുള്ളവരെ നമ്മൾ ക്രെഡിറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ എ പൈസ കൊടുക്കാനുള്ളതാണ് സിക്ക്, അപ്പോൾ എയുടെ ക്രെഡിറ്ററാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോയി സൈൻ ചെയ്ത് തന്ന ബില്ല് ക്രെഡിറ്റർക്ക് കൊടുക്കുന്ന ആളെയാണ് നമ്മൾ എ എന്ത് ചെയ്യാണ്? ബി തന്ന ബില്ല് സിക്ക് കൊടുക്കുന്നു. അപ്പോൾ എനെയാണ് നമ്മളിവിടെ എൻഡോഴ്സർ എന്ന് പറയുന്നത്. ഇനി ഡ്രോയി ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത്? ഡ്രോയി ഇനി ആർക്കാണ് പൈസ കൊടുക്കേണ്ടത്? എക്കല്ല, സിക്കാണ്. കാരണം എ കൊണ്ട് സിക്ക് ബില്ല് കൊടുത്തുല്ലോ. അപ്പോൾ ഇനി ഡ്രോയി ആർക്കാണോ പൈസ കൊടുക്കേണ്ടത് ആ വ്യക്തിയെ നമ്മൾ എൻഡോഴ്സി എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ഡ്രോയർ, അതായത് എ എൻഡോഴ്സറും സി എൻഡോഴ്സിയും ആണ്. ഓക്കെ, ഇനി 2-3 കാര്യം കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഒരുവിധം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി അടുത്തത് എന്താണ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ? പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഡ്രോയറിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ പൈസ പറഞ്ഞ കാലയളവിനുള്ളിൽ, അതായത് പറഞ്ഞ മെച്യൂരിറ്റി പീരീഡിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തുകൊണ്ട് ഡ്രോയി എഴുതുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അതായത് ഡ്രോയറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച ഗുഡ്സിൻ്റെ പൈസ ഇത്രയും കാലത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഡ്രോയി പ്രോമിസ് ചെയ്തുകൊണ്ട് ഒരു ഇത് എഴുതുന്നതിനെയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇനി ആരാണ് പ്രോമിസർ, ആരാണ് പ്രോമിസി? ആരാണ് പ്രോമിസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണോ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് നമ്മൾ, ആരാണോ പ്രോമിസ് ചെയ്യുന്നത് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയെ നമ്മൾ പ്രോമിസർ എന്ന് വിളിക്കും. ഇനി ആർക്കാണോ പ്രോമിസ് കൊടുക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ പ്രോമിസി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ബി ആണ്, അതായത് ഡ്രോയി ആണ് ഡ്രോയറോട് പറയുന്നത് ഞാൻ നിനക്ക് ഇത്ര കാലയളവിനുള്ളിൽ പൈസ തരാമെന്ന് പറഞ്ഞ് പ്രോമിസ് കൊടുക്കുന്നത്. അപ്പോൾ ഡ്രോയിനെ നമ്മൾ പ്രോമിസർ എന്നാണ് പറയുന്നത്. ആർക്കാണോ പ്രോമിസ് കൊടുക്കുന്നത്? ഡ്രോയർക്കാണ്. അപ്പോൾ ആ ഡ്രോയറെ നമ്മൾ പ്രോമിസി എന്നും പറയുന്നു. ഓക്കെ, അതാണ് നോട്ട് എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതിയിരിക്കുന്നത്. ഡ്രോയർ ഇവിടെ പ്രോമിസിയും ഡ്രോയി പ്രോമിസറും. ഓക്കെ, ദെൻ അടുത്ത ഒരു നോട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയർ എന്ന് പറഞ്ഞ വ്യക്തിനെ ഡ്രോയർ എന്ന് പറയും, ക്രെഡിറ്റർ എന്ന് പറയും. അതായത് ഡ്രോയി പൈസ കൊടുക്കാനുള്ളവരാണ് ഡ്രോയർ. അപ്പോൾ നമുക്ക് പൈസ കൊടുക്കാനുള്ളവരെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. അപ്പോൾ ഡ്രോയിയുടെ ക്രെഡിറ്ററാണ് ഡ്രോയർ. അപ്പോൾ ഡ്രോയറെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. ഇനി ഗുഡ്സ് വിൽക്കുന്ന ആളാണ് ഡ്രോയർ, സെല്ലർ എന്ന് വിളിക്കും. പിന്നെ ഡ്രോയി പ്രോമിസ് കൊടുക്കുകയാണ് ഡ്രോയർക്ക്, അപ്പോൾ ഡ്രോയറിനെ നമ്മൾ പ്രോമിസി എന്ന് വിളിക്കും. ദെൻ ഡ്രോയി ആർക്കാണോ പൈസ തരാനുള്ളത് അവരെയാണ് നമ്മൾ പേ എന്ന് പറയാമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഡ്രോയി പൈസ തരാനുള്ളത് ആർക്കാണ്? ഡ്രോയർക്കാണ്. അപ്പോൾ പേ എന്ന് ഡ്രോയറിനെ വിളിക്കും. ദെൻ മേക്കർ, ബില്ല് ആരാണോ മേക്ക് ചെയ്യുന്നത് അവരെ ഡ്രോയർ എന്ന് വിളിക്കും. അപ്പോൾ മേക്കർ എന്ന് വിളിക്കും ഡ്രോയറെ. പിന്നെ എൻഡോഴ്സർ എന്ന് വിളിക്കും. അതായത് ഡ്രോയി സൈൻ ചെയ്ത് തന്ന ബില്ല് ക്രെഡിറ്റർക്ക് കൊടുക്കുന്ന ആ വ്യക്തിനെയാണ് എൻഡോഴ്സർ എന്ന് പറയാം. അപ്പോൾ ഡ്രോയി സൈൻ ചെയ്ത് തന്ന ബില്ല് ക്രെഡിറ്റർക്ക് കൊടുക്കുന്നത് ഡ്രോയറാണ്. അപ്പോൾ ഡ്രോയറിനെ എൻഡോഴ്സർ എന്നും വിളിക്കും. ഇനി ഡ്രോയിനെ നമ്മൾ ഡ്രോയി എന്ന് വിളിക്കും. പിന്നെ ക്രെഡിറ്ററുടെ ഓപ്പോസിറ്റ്, അതായത് എക്ക് പൈസ തരാനുള്ളതാണ് ബി, അപ്പോൾ ഡെപ്റ്റർ എന്ന് വിളിക്കും. സെല്ലറിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ബയ്യർ എന്ന് വിളിക്കും. പ്രോമിസിയുടെ ഓപ്പോസിറ്റ് പ്രോമിസർ എന്ന് വിളിക്കും. ദെൻ പേയുടെ ഓപ്പോസിറ്റ് ആക്സെപ്റ്റർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്
ഈ ചാപ്റ്ററിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ അടുത്ത ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എൻട്രികളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.